രണ്ടാമത്തെ ആൾ നിങ്ങൾ ചോദിക്ക്. എന്താ ചോദ്യ ഷർട്ടിട്ട ആൾ ചോദിക്കുക. ആൾക്ക് സ്വപ്നമാണ്. സ്വപ്നം ചോദിക്ക്. നമുക്ക് അത് തീരുമാനിക്കുക. ഓരോന്ന് അങ്ങനെ തീരുമാനമാവട്ടെ. സ്വപ്നം ചോദിക്കും. 2 ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിൽ വന്ന അലവി സക്കാഫി ഉസ്താദിന്റെ അടുത്ത് അവിടുന്ന് തന്നെ ചില പ്രവർത്തകർ ചോദിച്ചു. ഉസ്താദ് അത് മറുപടി പറയാൻ സമ്മതിക്കാതെ അത് വിഷയത്തിൽ പെട്ടതല്ല എന്ന് തള്ളിയ ഒരു ചോദ്യമാണ്. ഉസ്താദ് ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു, പൊന്മള ഉസ്താദിന്റെ പുസ്തകം ഞങ്ങൾ വായിച്ച് മറുപടി പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടുന്ന് വന്ന ചോദ്യം, സാധാരണക്കാരായ ആളുകൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലി നിൽക്കേ. ഒറ്റ ചോദ്യം പൂർത്തിയായില്ല. ചോദ്യം പൂർത്തിയാട്ടെ സാർ, ചോദ്യം പൂർത്തിയാട്ടെ. അല്ല നിക്കേ, ചോദ്യം പൂർത്തിയായില്ല. അവിടുത്തെ ചോദ്യം ഇവിടുത്തെ ചോദിക്കാണ്. ആ ചോദ്യം ആവർത്തിച്ചൂടെ? നിങ്ങൾ മുഴുവൻ ചോദിക്കണം. ചോദ്യം ഞാൻ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾ അവിടെ വന്ന ചോദ്യം എന്നാ ചോദിക്കണേ. അത് ഇവിടെ ആരും പങ്കെടുത്തിട്ടില്ല. അത് നമ്മൾ വിടുക. ഇവിടെ വന്ന ചോദ്യം ചോദിക്കും, ഇവിടുത്തെ ചോദ്യം ചോദിക്കും. അത് ആ തട്ടിപ്പ് ഇവിടെ നടക്കൂല. ഇവിടെ നിങ്ങൾ പുതിയ ചോദ്യം ചോദിച്ചാണ്. അല്ല അങ്ങനെ തന്നെ അതാണ് ചോദിക്കണേ. എത്ര ചോദിച്ചോളി. ഇന്ന് കുരുവട്ടൂരിച്ചത്തിന്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ സാധാരണക്കാരനായ ഒരാള് റസൂലുള്ളാന്റെ ഔസാഫുകളും ശമായിലുകളൊന്നും പഠിക്കാത്തൊരു സാധാരണക്കാരൻ റസൂലുള്ളാനെ സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളയല്ല, പിശാചാകാൻ സാധ്യതയുണ്ട് എന്നൊരു വാദം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉന്നയിച്ച ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിത സഭയ്ക്ക്, ഇതാ ഉസ്താദൊക്കെ പണ്ഡിത സഭയിൽ പെട്ട ആളാണ്, ഉസ്താദിന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതെ, വളരെ കറക്റ്റാണ് ചോദ്യം. ശുക്രൻ, നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യസ്തതിഉ അൻ യതമസ്സല ബി, പിശാചിന് എന്റെ രൂപത്തിൽ രൂപം പ്രാപിച്ചു വരാൻ കഴിയില്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ചാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. എന്നാൽ നസീഹത്തുൽ ലബീബ് ഫീ മറാഇൽ ഹബീബ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം എന്താണ്? ഇതിന്റെ ഒരു സാഹചര്യം, അന്ന് ചില ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത് അറിയോ? അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയുന്ന ഒരാളെ, അത് റസൂലല്ല വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ ഒരാൾ വന്ന് റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് നബിയാണ് എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പ് കിട്ടുന്നത് ഒന്ന് സ്വഹാബിക്കാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ഫുകൾ പഠിച്ച പണ്ഡിതന്മാർക്കാണ്. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അപ്പോ കൃത്യമായി മനസ്സിലാക്കാം. അപ്പോ ആ ഉറപ്പ് കിട്ടുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ്. എന്നാൽ മറ്റുള്ളവർ കണ്ടാലോ? മറ്റുള്ളവർ കണ്ടാൽ ഒരു പക്ഷേ പിശാച്ച് വന്ന് ഞാൻ നബിയാണെന്ന് കളവ് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇമാം സുംഹൂദി അടങ്ങിയിരിക്കണം. ഇത് സുംഹൂദി ഇമാമിന്റെ കിതാബാണ്. സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു വഹാബിസം പറയുന്നു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദാ നോക്ക്, സുംഹൂദി ഇമാമിന്റെ കിതാബാണ് ഞാൻ വായിക്കുന്നത്. ലോകപ്രസിദ്ധ പണ്ഡിതനാണ് സുംഹൂദി ഇമാമ്. സുംഹൂദി ഇമാമിനെ തള്ളുകയാണോ നിങ്ങൾ? ഈ അലം ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വപ്നത്തിൽ വന്ന് ഒരാള് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് വാദിച്ചിരുന്ന ആളുടെ വാദം എന്തായിരുന്നു? നീന്റെ വാദം എന്തായിരുന്നു? ഇന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യഖൂല ഇന്നഹു നബിയ്യുൻ, പിശാച് വന്നിട്ട് ഞാൻ നബിയാണെന്ന് കളവ് പറയാൻ കഴിയൂല എന്നാണ് നിങ്ങൾ വാദിച്ചത്. അങ്ങനെയല്ല ശരി, പിശാചിന് അങ്ങനെ വന്ന് വാദിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് ഇമാം ഖറാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഉദ്ധരിക്കുകയാണ്. എന്താണ് ഇമാം ഖറാഫി തങ്ങൾ പറയുന്നത്? ഖറാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ വകയിൽ പറയല്ല, ഇത് ഇമാമുകൾ കിതാബിൽ ഉദ്ധരിച്ചത് പറയാണ്. ഇത് വഹാബിസ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ആദ്യം ഈ ഇമാമുകൾ വഹാബിയാണെന്ന് ആദ്യം പറ, ജനങ്ങളോടത് പറയും. എന്നാ പിന്നെ നിങ്ങളെ ഫുൾ തീരുമാനമാക്കാൻ കഴിയും.
ഖാലൽ ഖറാഫിയു, ഖറാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖറാഫി ഇമാം ഒറ്റക്കല്ല പറഞ്ഞത്, ഖാലൽ ഉലമാഉ, എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. തസിഹു റുഅയത്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഅഹദി റജുലൈനി, രണ്ടാളുകൾക്കാണ് റസൂലുള്ളാഹി തങ്ങളെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കാൻ കഴിയുക. സ്വഹാബിയുൻ റആഹു ഫൻതബഅ ഫീ നഫ്സിഹി മിസാലുഹു, റസൂലുള്ളാഹി തങ്ങളെ കൃത്യമായി കണ്ട സ്വഹാബി. രണ്ടാമത്തെ ആൾ റജുലുൻ തകററ അലൈഹി സിഫാത്തുഹുൽ മൻഖൂലതു ഫിൽ കുതുബി ഹത്തൻ തബഅത് ഫീ നഫ്സിഹി സിഫത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്ത് നന്നായി അറിയുന്ന ഒരാൾ. ഇനി അവർ രണ്ടുപേരും അല്ലാത്തവർ കണ്ടാലോ, അവർ രണ്ടുപേരും അമ്മാ ഗൈറു ഹാദൈനി, അല്ലാത്തവർ കണ്ടാൽ ഫലാ യഹ്സുലുൽ ജസ്മു, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടൂല. ബൽ യജൂസു അൻ യകൂന റഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പക്ഷേ അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടതാകാം. ബിമിസാലിഹി വയഹ്തമിലു അൻ യകൂന മിൻ തഖയ്യിലി ശൈത്താൻ, ഒരു പക്ഷേ അത് പിശാച് വന്നതുമാകാം. ഇതാര് പറഞ്ഞതാണ്? ഖറാഫി ഇമാമിന്റെ വാക്ക് ഉദ്ധരിക്കാണ്. എന്നിട്ട് ഇമാം സുംഹൂദി തങ്ങൾ പറയാണ്, വഹാദാ ളാഹിറുൻ, ഇത് വളരെ വ്യക്തമാണ്. ലാ മിരിയത ഫീഹി, അതിലൊരു സംശയവുമില്ല. ലിഅന്ന ശൈത്വാന ഇദാ ലം യുംനഉ മിൻ ഇദ്ദിആഇ റുബൂബിയ്യ, റബ്ബാണെന്ന് വാദിക്കാൻ വരെ പിശാചിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ അവൻ വാദിച്ചിട്ടുണ്ടല്ലോ. ഫകൈഫ യുംനഉ അൻ യദ്ദഇ അൻ-നുബുവ്വത, പിന്നെ നബിയാണെന്ന് വാദിക്കുന്നതിൽ അവനക്ക് എന്ത് തടസ്സമുള്ളത് എന്നല്ല. വഖദ് ളഹറ ലി ജമാഅത്തിൻ, ഒരുപാട് ഔലിയാക്കളുടെ പിശാച് വന്നിട്ടുണ്ട്. ഫിൽ യഖള, ഉണർച്ചയിൽ തന്നെ വന്നിട്ടുണ്ട്. ഫളലൻ അനിന്നവും, എന്നിട്ടല്ലേ ഉറക്ക്. فمن ذلك قصته مع رئيس الأولياء سيدي عبد القادر الجيلاني وهي مشهورة. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിന്റെ സമീപത്ത് വരെ റബ്ബാണെന്ന് ഉണർച്ചയിൽ വന്ന് പിശാച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഖറാഫി ഇമാം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്ന ഈ വാദത്തിന്റെ തെളിവ് ഇമാം സുംഹൂദി തങ്ങളുടെ നസ്വിഹത്തുൽ ലബീബാണ്, ഇമാം ഖറാഫി തങ്ങളുടെ വാക്കാണ്, അങ്ങനെയുള്ള അയിമ്മത്തിന്റെ വാക്കാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു വാദമുണ്ട്. എന്താ വാദം? പിശാച് അങ്ങനെ വന്നിട്ട് കളവ് പറയൂല, അങ്ങനെ പറഞ്ഞ ഇമാം ആരാണ്? ആ ഇബാറത്ത് ഇങ്ങോട്ട് വായിക്കും. വേറെ വർത്താനം കേട്ടോ, ആ ഇബാറത്താണ് വായിക്കാൻ. അതിനാണ് മൈക്ക് തരുന്നത്. വേറെ നിങ്ങളെ വക വയലില്ലേ ഇല്ല. അതെ, സോറി അല്ല, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നമ്മളെല്ലാവർക്കും തരില്ല അവസരം. അല്ലല്ല, അയാൾ ചോദിച്ചു, ഇനി അയാൾ പറയും പിന്നെ എന്റെ ചോദ്യം പൂർത്തിയാക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയും. അല്ല, റെഡ് ഷർട്ട് ചോദിച്ച അയാൾ തന്നെ ബാക്കി ചോദിക്കട്ടെ. നിങ്ങളൊന്ന് ഇരിക്കുങ്ങളെ, മൈക്ക് മറ്റേ ആൾക്ക് കൊടുക്ക്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ബഹളം വെക്കല്ലേ. അയാൾ ചോദിച്ചപ്പോ കുടുങ്ങി നിൽക്കുന്ന ചങ്കിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതൊന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇപ്പൊ തീരുമാനിക്കാൻ പോവാണ്. ഇങ്ങനെ നിങ്ങളുടെ ഈ വാദം പറഞ്ഞ ഒരൊറ്റ ഇമാമിന്റെ പേര് പറയാമോ? മൈക്ക് കൊടുക്കുക, അയാൾ തന്നെ പറയട്ടെ. എന്നിട്ട് ബാക്കി നിങ്ങൾക്കൊക്കെ പിന്നെ തരുവേ. ഇതിപ്പോ ഇവിടെ തീരുമാനിക്കാൻ പോവാണ്. ഒന്ന് നമ്മൾ തീരുമാനിച്ചു, ഹക്കീക്കയാണോ അല്ലേ, പിന്നെ മൊബൈൽ കൊടുക്കും പോലെയാണല്ലോ തീരുമാനാക്കി. ഇനി രണ്ടാമത്തെ തീരുമാനമാക്കാൻ പോകണം. ഇപ്പൊ തീരുമാനമാകും. അതല്ലേ രസം. ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞ ഇബാറത്ത് വെച്ചിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണോ? ഇതെന്റെ വെല്ലുവിളിയാണ്. ഈ ജനങ്ങളെ മുന്നിൽ നിന്ന് വെല്ലുവിളിയാണ്. അല്ലല്ല, ഒരു മിനിറ്റ്. ഇനി ഞാൻ പറയാം. ഒറ്റ പോയിന്റ്. ഇവിടെ ഞങ്ങൾ നേരത്തെ ഈ അസീസ് സഖാഫി കാര്യമായി തെളിവുകൾ ഉദ്ധരിച്ചു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ 5 ആള് 6 അല്ല, നിങ്ങൾ 4 ആൾ, എത്ര 4 ആൾക്ക് 10 കയ്യേരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അല്ലേ? ഇതാ തെളിവ്, ഇതാ ബുക്ക്, ഇതാ രേഖതാ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നോല് ഇപ്പൊ എന്തേ പൂച്ചനെ പോലെ എലിയെ പോലെ മാളത്തിൽ പൊളിച്ചെന്തേ? നിങ്ങൾ ഇവിടെ തെളിയിക്കണം. നിങ്ങൾ സംവാദം മറ്റതൊക്കെ നമുക്ക് പിന്നാക്കാം. ഇവിടെ നിന്ന് നിങ്ങളെ കയ്യിൽ രേഖ ഉണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ആ രേഖ കൊണ്ടുവരൂ. ഹാത്തി ബുർഹാനക ഇൻ കുൻത മിന സ്വാദിഖീൻ. നടക്കൂല. ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനം മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുല്ലാഹി സുംഹൂദി തങ്ങളുടെ, ഇമാം സുംഹൂദിയുടെ ഇതാ കിതാബ് നസീഹത്തുൽ ലബീബ് ഫി മറാഇൽ ഹബീബ് എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു. ഷെയ്ഖുൽ ആലിമുൽ ആമിൽ ഷെയ്ഖുൽ ഇസ്ലാം വ ബറകത്തുൽ അനാം നൂറുദ്ദീൻ നബി മുഹമ്മദ് അൽ ഹസൻ അലി ഇബ്നു ഷെയ്ഖുൽ ഇമാമിൽ അല്ലാമ ജമാലുദ്ദീൻ അബ്ദുല്ലാഹി സുംഹൂദി ശാഫിഈ അൽ മിസ്രി മഹാനവറുകളുടെ കിതാബ് എന്നാ ഉദ്ധരിച്ചത്. കിതാബ് വായിച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെ ഒരാൾ വന്ന് ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ, റസൂലുള്ളാന്റെ രൂപത്തിലല്ല, ഏതെങ്കിലും ഒരാൾ വന്ന് ഞാൻ റസൂലാണ്, ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ പിശാച് വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയുന്ന ഇമാമികൾ പറയുന്നത്
അത് വഹാബി വാദാന്ന് ഞങ്ങൾ പറഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങളെ വാദം അങ്ങനെയാണ്. ഞങ്ങളെ വാദം എന്തും വാദിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. ഒരൊറ്റ ഇമാമിന്റെ ഉദ്ധരണി ഒന്ന് പറയൂ. അങ്ങനെ ഉണ്ടാകൂല, അത് വഹാബീസമാണ്, അത് റസൂലുള്ളാഹിനെ കൊച്ചാക്കലാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു ഇബാറത്തൊന്ന് വായിക്കി, ഒറ്റ ഇബാറത്ത്. സംവാദമൊക്കെ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടാക്കി? നിങ്ങൾക്ക് എന്താ ഇപ്പൊ തന്നെ പേടി? സംവാദം തന്നെ ഞങ്ങൾക്ക് എന്ത് പേടിയാന്നല്ലേ? ഞങ്ങളെ പഠിച്ചോ സംവാദത്തിനായിട്ട് പഠിച്ചതാ. അതൊക്കെ അവിടെ വെച്ചടി. അതൊക്കെ ഈ വലിപ്പമുള്ള വേറെ ആളോട് പറയേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾ? ഞങ്ങളായിട്ട് സംവാദം നടത്താൻ പറ്റിയ ഒരാള് എങ്ങനെയാ ശിബഹിത വായിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരാ സംവാദം. ഒന്ന് പോയി ചങ്ങായിമാരെ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ പറയൂ, ഏത് ഇമാമാണ് ഇതിനെതിരിൽ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ ഇമാമിന്റെ പേരൊന്ന് വായിക്കൂ. മൈക്ക് കൊടുക്ക്, റെഡ് ഷർട്ടിന് മൈക്ക് കൊടുക്ക്. അയാളത് കഴിഞ്ഞിട്ട് ഇനി വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. റെഡിയാണ് കാര്യങ്ങൾ. പറഞ്ഞോളി. ശിബ് വായിക്കുന്ന ഒരു തെറ്റ് പറ്റിയ വലിയ വിഷയമൊന്നല്ല. നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ അല്ലല്ല അങ്ങനെ വായിക്കുന്ന ആളെ ആലിമുല്ലമായി ചമയുമ്പോൾ ഞങ്ങൾക്ക് ഓക്കാരം വരുന്നത്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, സഹീഹുൽ ബുഖാരിക്ക് ശർഹ് എഴുതിയ ഇമാം കൗറാനി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഇമാം കൗറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അൽ കൗസറുൽ ജാരി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു, വലാ യഖ്ദറു അന്നഹു ശറഫഹുല്ലാഹു ബി അല്ലാ യതമസ്സല ശൈത്വാനു ഫീ സൂറത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാചിന് രൂപാന്തരപ്പെടാൻ കഴിയില്ല. പിന്നെ പറയുന്നു, വലാ യഖ്ദിറു അൻ യഖൂല, പിശാചിന് പറയാനും കഴിയുകയില്ല, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അയ്യി സൂറത്തിൻ കാന. ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രൂപത്തിൽ പിടിക്കല്ലേ, മൈക്ക് പിടിക്കണം നിങ്ങള്. അല്ലല്ല, മൈക്ക് പിടിക്കല്ലേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറയാ ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിക്കോളി. ഞാൻ കഴിഞ്ഞിട്ട് അല്ലല്ല ഞാൻ അവസരം അതിന്റെ ലമീർ തിരിക്കലോടുകൂടെ നിങ്ങളെ പറ്റിച്ചതിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നിങ്ങളെ ലമീർ വെച്ച് പറ്റിച്ചു കൊണ്ടുവന്നതാണ്. നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോയി. നിങ്ങള് വലാ യഖ്ദിറു അർത്ഥം വെക്കേ, വലാ യഖ്ദിറു ഞാൻ പറയുന്ന അർത്ഥം വെക്കേ. അൽ കൗസറുൽ ജാരിയുടെ ഈ വാർത്ത ഇവിടെ ഉണ്ട്. വലാ യഖ്ദിറു അർത്ഥം വെക്കേ, മൈക്ക് കൊടുക്ക്. അവന് കഴിയുകയില്ല രൂപം പ്രാപിക്കാൻ, റസൂലുള്ളാഹിന്റെ രൂപത്തിൽ രൂപം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഉടനെ പറയുകയാണ് റസൂലുള്ളാഹി വലാ യഖ്ദിറു അൻ യഖൂല, പറയാനും സാധിക്കുകയില്ല, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയാണ്, ഫീ അയ്യി സൂറത്തിൻ കാന. കഴിഞ്ഞു ഇവിടെ വാദം കഴിഞ്ഞു. എന്താണ് ഞാൻ വായിക്കട്ടെ മൗലവി, അത് നിങ്ങളെ പറ്റിച്ചതിന്റെ ആളെ എവിടെ? നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ സ്വസ്ഥമായി ഒന്ന് കേൾക്കി, ഞാൻ പറഞ്ഞിട്ട് കേൾക്കി. നിങ്ങൾ എവിടെയാ പറ്റിച്ചെന്നറിയോ? വലാ യഖ്ദിറു അൻ യതമസ്സല ബി സൂറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സൂറത്തിൽ തമസ്സുലാകാൻ പിശാചിന് കഴിയൂല. ഇതന്നെയല്ലേ നമ്മൾ പറയേണ്ടത്? നമ്മൾ പറയുന്നത് അതാണോ? വേറെ ഒരാളൊരു കേൾക്ക് സുഹൃത്തെ, നിങ്ങൾ വലാ വയതശക്കല ബിഹാ, പറയട്ടെ, വയതശക്കല ബിഹാ പറയട്ടോ. ഇത് കൗസറുൽ ജാരിന്റെ ഇബാറത്താണ് വായിക്കുന്നത്. അന്നഹു ശറഫഹുല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല മഹത്വവൽക്കരിച്ചിരിക്കുന്നു. ബി അല്ലാ യതമസ്സല ശൈത്വാനു ഫീ സൂറത്തിഹി, റസൂലുള്ളാഹിന്റെ സൂറത്തിൽ പിശാചിന് വരാൻ കഴിയൂല, ഒരാൾക്കും തർക്കല്ല. വലാ യഖ്ദിറു, പിശാചിന് കഴിയൂല. അതേ അത്ഫാണ് മൗലവി, അത് അത്ഫാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സൂറത്തിൽ വരിക, എന്നിട്ട് വലാ യഖ്ദിറു, അവന് പറയാൻ കഴിയൂല. ഇതന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഇതിനെതിരെ ആര് പറഞ്ഞു? വലാ യഖ്ദിറു അൻ യഖൂല അന റസൂലുള്ളാഹ്, ഞാൻ റസൂലാണ് എന്ന് പറയാൻ പിശാചിന് കഴിയൂല. അതെ, അതിന്റെ അർത്ഥം എന്താണ് മൗലവി? അതിന്റെ അർത്ഥം എന്താണ്? അതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തുള്ള മുഴുവൻ വസ്തുക്കൾ ഉണ്ടാകട്ടെ, അതല്ല ചില വസ്തുക്കളോടെയാകട്ടെ, ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങളെ അവിടുത്തെ വഫാത്തിന്റെ സമയത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളോടുകൂടെ കണ്ടാലും, റസൂലുള്ളാഹിന്റെ ചില വസ്തുക്കളില്ലാതെ കണ്ടാലും, ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സിഫത്തിലും വരാൻ ശൈത്വാന് കഴിയൂല. ഇതെന്നാണ് കൗസറുൽ ജാരിയിൽ പറഞ്ഞത്. നമ്മൾ ചോദിച്ചത് അതല്ല. റസൂലുള്ളാഹിന്റെ ഒറ്റ സിഫത്തില്ല,
അള്ളാഹുവിന്റെ റസൂലിന്റെ ഒറ്റ സിഫത്തില്ല. ഒരു സിഫത്തുമില്ലാതെ വേറെ ഒരാളെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാചിന് കഴിയും എന്ന് എവിടെയാണുള്ളത്? ഇതാ നമ്മളെ ചോദ്യം. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്നാ പറയല്. ഇതാണ് നിങ്ങളെ പറ്റിച്ചത്, അവിടെയാണ് നിങ്ങളെ പറ്റിച്ചത്. അതുകൊണ്ട് മൗലവിമാരെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഇബാറത്തുൽ അതിനെ എതിരില്ല. ഇനി മൈക്ക് കൊടുക്കും. ഓ തക്ബീറല്ലേ പൊന്മൾ ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഇബാറത്ത് വായിക്കണം. ഓക്കെ, ഫി അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാന്റെ വസ്ഫിനെ പറ്റിയാണോ സൂറത്തിനെ പറ്റിയാണോ? ഫി അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ റസൂൽ ഏത് രൂപത്തിൽ വന്നാലും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയന്റെ രൂപത്തിൽ വന്നാലും, ഇനി ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും, ഒരു മലക്കിന്റെ രൂപത്തിൽ വന്നാലും, ഏത് രൂപത്തിൽ വന്നിട്ടും ശൈത്താന് അന റസൂലുള്ള എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് കൗസറുൽ ജാരിയിൽ മഹാൻ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ഈ വാർത്ത കോട്ടി മാറ്റിയതാണ്, ഞങ്ങൾ അനുവദിക്കൂല. അതിനാണ് സംവാദത്തിന് വെല്ലുവിളിച്ച ആദ്യം തന്നെ നിങ്ങൾ നേരിട്ട് വരി. അതാണ് നിങ്ങളെ ആ മൗലവി പറഞ്ഞു പറ്റിച്ചത്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണിത്. ഈ ചർച്ച പറയാൻ വേണ്ടി മാത്രം എഴുതിയ കിതാബാണ് ഈ നസീഹത്തുൽ ലബീബ്. ഈ നസീഹത്തുൽ ലബീബില് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്തെ രണ്ടഭിപ്രായമാണുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാ സിഫത്തുകളും വേണമെന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ആ അഭിപ്രായക്കാരനാണ്. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വേറൊരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ചില സിഫത്തുകൾ ഇല്ലെങ്കിൽ പോലും, ഉദാഹരണം പറയാം, റസൂലുള്ളാഹിനെ ഒരു കൈയില്ലാതെ കണ്ടു ഒരാൾ, അത് റസൂലുള്ളാഹിന്റെ സിഫത്ത് അല്ലല്ലോ. വേറൊരു കയ്യിൽ റസൂലുള്ളാഹിനെ മുഴുവൻ താടിയും നിറച്ചതായിട്ട് കണ്ടു, അത് റസൂലുള്ളാഹിന്റെ സിഫത്ത് അല്ലല്ലോ. അപ്പൊ അങ്ങനെ ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ അവിടെ നമ്മൾ പഠിച്ച കളറിലല്ലാതെ വേറൊരു കളറിൽ കണ്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് കൗസറുൽ ജാരിയിലെ 49-ാമത്തെ പേജ് മുതൽ ആ ചർച്ചയാണ്. ആ ചർച്ച വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഷർഹ് മുസ്ലിമില് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതിന്റെ ഒക്കെ അർത്ഥം ഇതാണ്, ഈ ചർച്ചയാണ്. അല്ലാത്ത ഒരു ചർച്ച ഇമാം പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളുടെ തർക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സിഫത്തും ഇല്ല, മുഴുവനില്ല, ബാദുമില്ല, ഒറ്റ സിഫത്തും ഇല്ലാതെ എന്റെ രൂപത്തിൽ, ഉദാഹരണം പറയാം, ഈ ചുവപ്പ് ഷർട്ടിട്ട ആളടുത്തേക്ക് ഉറക്കിൽ എന്റെ രൂപത്തിൽ ശൈത്വാന് വരാം, എന്നിട്ട് അന റസൂലുള്ള എന്ന് പറയാം. അങ്ങനെ പിശാച് വന്ന് പറഞ്ഞു പറ്റിക്കും എന്നാണ് ഇമാമുകൾ പറഞ്ഞത്. അതിന്റെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. പക്ഷേ നിങ്ങളെ നോട്ട് തന്ന് വിട്ടപ്പോ അങ്ങനത്തെ ഒരു ഇബാറത്ത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഇബാറത്ത് തന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ലോകത്ത് ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന വാദം ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ വായിക്കാൻ നമ്മൾ പറഞ്ഞപ്പോ നിങ്ങൾ കൗസറുൽ ജാരിയിൽ അടക്കം റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാ സിഫത്തിലും കാണണമോ വേണ്ടേ എന്ന ചർച്ച മാത്രമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങളെ ഒരു അവസരം തരുന്നതിന് എന്താ കുഴപ്പോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ എത്ര അവസരം കൊടുത്തത്? ഉസ്താദെ ഒറ്റ മിനിറ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണ്ടും ചാടല്ലേ. നിങ്ങള് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുഖാമുഖത്തിൽ വന്നിരുന്നു. ആ പ്രവർത്തകനെ സ്റ്റേജിൽ വരെ കയറ്റി ഇരുത്തി കൊടുത്ത സഹിഷ്ണുത കാണിച്ചാലാണ് ഞങ്ങള്. നിങ്ങള് വീഡിയോ എടുത്തു നോക്കി പൂനൂർ പരിപാടിയിൽ അല്ലേ ചോദ്യം ഇവിടെ സ്റ്റേജുമ കയറ്റി സഹിഷ്ണുത കാണിച്ചതാണ്. അരമണിക്കൂർ പെരിന്തൽമണ്ണ നിങ്ങൾ വന്ന കൂട്ടത്തിനെയും ഞങ്ങൾ സ്റ്റേജുമ കയറ്റിയിട്ട് നന്നായി പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ്. അപ്പൊ അത് സ്റ്റേജുമ കയറ്റി ഞങ്ങളും കയറ്റിയിട്ടുണ്ട്. അത് വലിയ സഹിഷ്ണുതായിട്ട് പറയണ്ട. ആ ആൾക്ക് നിങ്ങൾ കൊടുത്ത സഹിഷ്ണുത ഞങ്ങൾ കണ്ടതുമാണ്. 1 മിനിറ്റ് 1/2 സെക്കൻഡ്. ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ച സഹിഷ്ണുത അറിയണത്. അത് വലിയ സംഗതിയായിട്ട് പറയുന്നു വേണ്ട. ഇവിടെ അസീസ് സഖാഫി പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്, നമുക്ക് നിയമപാലകർ അനുവദിച്ച സമയം. അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്ക് മുഖാമുഖങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു ബേജാറുള്ള വിഷയമല്ല ഇവിടെ.